प्यारे दोस्तों, सबको VR DG हिंदी क्लासेस की एक नई कक्षा में स्वागत है। आज हम 10वीं कक्षा की पहली इकाई पढ़ेंगे। इस इकाई में पढ़ने के लिए पहला एक कहानी रखी है। कहानी का नाम है बीर बहूटी। कहानीकार का नाम പ്രഭാത്. കൂട്ടുകാർ എല്ലാവർക്കും VR DG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാൻ വെച്ചിരിക്കുന്ന ഒരു കഥ നമ്മൾ പഠിക്കും. കഥയുടെ പേര് ബീർ ബഹൂട്ടി. കഥാകാരൻ്റെ പേര് പ്രഭാത്. ബീർ ബഹൂട്ടി ശബ്ദ കാ അർത്ഥ ക്യാ ഹൈ? എന്താണ് ബീർ ബഹൂട്ടി എന്ന വാക്കിൻ്റെ അർത്ഥം? ബീർ ബഹൂട്ടി एक कीड़ा का नाम है. इसका रंग लाल है. बारिश के मौसम में हम इसे देख सकते हैं. ബീർ ബഹൂട്ടി എന്നത് ഒരു പ്രാണിയാണ്. അതിൻ്റെ നിറം ചുവപ്പാണ്. മഴ സമയത്തൊക്കെയാണ് നമ്മൾ ഈ ബീർ ബഹൂട്ടിയെ കാണപ്പെടുന്നത്. അപ്പോൾ ആ ബീർ ബഹൂട്ടി എന്താണെന്ന് ഞാൻ ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബീർ ബഹൂട്ടി എന്താണ്. കണ്ടോ, ഇതാണ് ബീർ ബഹൂട്ടി. മഴ കാലത്താണ് നമ്മൾ ഈ പ്രാണികളെ കാണുന്നത്. അപ്പോൾ ഈ പ്രാണി ഈ കഥയിൽ എങ്ങനെ ഒരു കഥാപാത്രമായി എന്ന് നമുക്ക് നോക്കാം. अच्छा दोस्तों, हम कहानी पढ़ेगा. कहानी का नाम है बीर बहूटी. लेखक का नाम प्रभात. देखो पुस्तक में 8वां पन्ना. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पत्तों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध धुली हुई थी. दोस्तों, में हम एक बारिश का मौसम का चित्रण किया है. बारिश के दिन आप सब महसूस किए होंगे. बारिश हम सब बहुत अधिक चाहते हैं. बादल बहुत बरस लिए थे. इसका सारांश हम समझ लेंगे हिंदी और मलयालम में. बादल बहुत बरस लिए थे. ബാദൽ മേഘം. ബഹുത്ത് ബരസ് ലിയേ थे, വളരെയധികം വർഷിച്ചിരുന്നു. फिर भी बहुत सारा पानी उनमें बचा हुआ था. എന്നിരുന്നാലും അതിൽ ഇനിയും ധാരാളം ജലം അവശേഷിച്ചിരുന്നു. വേ ഗേത്തോം ജംഗലോം കെ ഊപ്പർ ചായേ ഹുയേ थे. അപ്പോൾ ആ മേഘങ്ങൾ, ശേഷിച്ചിരുന്ന ആ മേഘങ്ങൾ ആ വയലിനും വനത്തിനും മുകളിൽ നിഴലിച്ചു. ഛായ, നിഴൽ. ചായേ ഹുയേത് നിഴലിച്ചിരുന്നു എന്നാണ് ആ വാക്കിൻ്റെ. സാര ആകാശ് മേഘും സെ ഭരാത. മുഴുവൻ ആകാശവും
മേഘങ്ങളാൽ നിറഞ്ഞിരുന്നു. മേഘോം കി ഛായാവോമേയും ഗീലി ഹവായേം ഇധർ ഉധർ ഗൂം രഹി ഥി. ആ മേഘങ്ങളുടെ ആ നിഴലിൽ, അതായത് ആ തണുത്ത മേഘങ്ങളാണല്ലോ, ആ മേഘങ്ങളാണല്ലോ തണുത്ത മഴയായിട്ട് വരുന്നത്. മേഘോം കി ഛായാവോമേയും ഗീലി ഹവായേം. അപ്പോൾ മഴയ്ക്ക് മുമ്പ് ഉള്ള കാറ്റിൻ്റെ പ്രത്യേകത തണുത്ത കാറ്റായിരിക്കും. അപ്പോൾ ആ തണുത്ത കാറ്റ് ഇധർ ഉധർ ഗൂം രഹീതി, അവിടെയും ഇവിടെയും ഗൂം രഹീതി, ഗൂംന ചുറ്റിക്കറങ്ങുകയായിരുന്നു. പേടോം കെ തനേ അബീഭി ഗീലേത്, ഇപ്പോഴും വൃക്ഷത്തിൻ്റെ ശരീരം, അതായത് വൃക്ഷത്തിൻ്റെ ചില്ലകൾ എല്ലാം നനഞ്ഞിരിക്കുന്നു. ഗീലേത്, ഗീലെ നനഞ്ഞിരിക്കുക. മൂങ് ഫലിയോം കെ ഹരേ ഗേത്തോമയും പീലെ ഫൂൽ അബീഭി ഗീലേത്. മൂങ് ഫലി, നിലക്കടല. മൂങ് ഫലി കെ ഹരേ ഗേത്തോമയും, നിലക്കടലയുടെ ഹരേ ഗേത്തോം, ഹരേ പച്ച പിടിച്ച വയലുകൾ. മേം പീലെ ഫൂൽ, അവിടെയുള്ള ആ മഞ്ഞപ്പൂക്കൾ. പീലെ ഫൂൽ അബീഭി ഗീലേത്, ഇപ്പോൾ അതും നനഞ്ഞിരിക്കുകയാണ്. ഗേത്തോമയും ചോട്ട ചോട്ട ബാജര ഉഗാദ. ഇനി വയലുകളിൽ ചെറിയ ചെറിയ ബാജര ഉണ്ടായിരിക്കുകയാണ്, മുളച്ചു വന്നിരിക്കുകയാണ്. ബാജരയ്ക്ക് ലംബെ പത്തലെ പാത്തോമയും പാനിക്ക് ബൂന്തേം അടക്കി ഹുയിതി. ബാജരയ്ക്ക് ലംബെ പത്തലെ പാത്തോമയും. അപ്പോൾ ഈ ബാജര ചെടിയുടെ നീളമുള്ളതും മെലിഞ്ഞതുമായ ഇലയിൽ ഇപ്പോഴും ജലത്തുള്ളികൾ ഉണ്ട്. അടക്കി ഹുയിത്, അടക്കി ഹുയി അകപ്പെട്ടിരിക്കുകയായിരുന്നു, ഇല്ലെങ്കിൽ അതിൽ ഉണ്ട്. ബാരിഷ് കി ഹവാമേ ഗീലെ ഗേത്തോം और बारिश की हरियाली की गंध धुली हुई थी. बारिश की हवा में, ഈ മഴക്കാറ്റിൽ, ബാരിഷ് മഴ, കി ഹവ മഴയിൽ ഉള്ള കാറ്റ്. ഗീലെ ഗേത്തോം और बारिश की हरियाली की गंध, നനഞ്ഞ വയലും അതുപോലെ തന്നെ ഈ ഹരിയാലി, പച്ചപ്പിൻ്റെ ഗന്ധവും എല്ലായിടത്തും വ്യാപിച്ചിരുന്നു. ഗുലി ഹുയിദി. അപ്പോൾ ആ പാരഗ്രാഫ് ഒന്നും കൂടി വായിക്കാം. ബാദൽ ബഹുത്ത് ബരസ് ലിയേത്, മഴ വളരെയധികം വർഷിച്ചിരുന്നു. ഫിർബി ബഹുത്ത് സാര പാനി ഉസ്മേ ബച്ചാ ഹുവാദ, എന്നിരുന്നാലും അതിൽ ധാരാളം ജലം അവശേഷിച്ചിരുന്നു. വേ ഗേത്തോം ജംഗലോം കെ ഊപ്പർ ചായേ ഹുയേത്, അവ വയലിനും വനത്തിനും മുകളിൽ നിഴലിച്ചു. സാര ആകാശ് മേഘോം സെ ഭരാദ, മുഴുവൻ ആകാശവും മേഘത്താൽ ചുറ്റപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ നിറയപ്പെട്ടിരുന്നു. മേഘോം കി ഛായാവുമേയും ഗീലി ഹവായേയും ഇധർ ഉധർ ഗൂം രഹീതി. അപ്പോൾ ഈ മേഘോം കി ഛായാവുമേയും, മേഘങ്ങളുടെ ഈ നിഴലിൽ തണുത്ത കാറ്റ് അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങിയിരുന്നു. പേടോം കെ തനെ അബീഭി ഗീലേത്, വൃക്ഷങ്ങളുടെ ശരീരം, അതായത് ചില്ലകൾ ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. മൂങ് ഫലിയോം കെ ഹരേ ഗേത്തോമേയും പീലെ ഫൂൽ അബീഭി ഗീലേത്. അപ്പോൾ നിലക്കടലയുടെ ആ പച്ച പിടിച്ച വയലിൽ ഇപ്പോഴും ജലത്തുള്ളികൾ, അതുകൂടാതെ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ അത് നനഞ്ഞിരിക്കുകയായിരുന്നു. മൂഫലിക്ക് ഹരേ ഗേത്തോമയും പീലെ ഫൂൽ. അപ്പോൾ ആ നിലക്കടലയുടെ പച്ച പിടിച്ച ആ ചെടിയിലെ മഞ്ഞ പൂക്കൾ നനഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പോഴും. ഗേത്തോമയും ചോട്ട ചോട്ട ബാജര ഉഗാദ, അതുകൂടാതെ വയലുകളിൽ ചെറിയ ചെറിയ ബാജര മുളച്ചു വന്നിരുന്നു. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. അപ്പോൾ ആ ബാജര ചെടിയുടെ നീളമുള്ളതും മെലിഞ്ഞതുമായ ഇലകളിൽ ഇപ്പോഴും ജലത്തുള്ളികൾ ഉണ്ട്. बारिश की हवा में गीले गेतों और बारिश की हरियाली की गंध घुली हुई थी. അപ്പോൾ മഴയിൽ ഉണ്ടായ കാറ്റിൻ്റെ നനഞ്ഞ ബാരിഷ് കി ഹവാമേയും ഗീലെ ഗേത്തോം ഓർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ഖുലി ഹുയി ഥി.
അപ്പോൾ അന്തരീക്ഷത്തിൽ ആ മഴമേഘത്താൽ നനഞ്ഞ ആ വയലിൻ്റെയും അതുകൂടാതെ മഴയിൽ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ്, ആ മഴയിൽ ആ പച്ചപ്പിൻ്റെ ഗന്ധവും എല്ലായിടത്തും വ്യാപിച്ചിരുന്നു. ഇത്രയാണ് ആദ്യം പറഞ്ഞത്. ഇനി എന്താണെന്ന് അടുത്ത പാരഗ്രാഫ് നോക്കാം. उन्हें बीर बहुटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन गेतों में बीर बहुटियाँ गोजा करते थे. सुर्ख मुलायम गदबदी बीर बहुटियाँ धरती पर चलती फिरती गून की प्यारी प्यारी बूंदें, उनके बस्ते उनकी पीठ पर लदे होते थे, कंधों पर टंगे होते थे. वे एक दूसरे के बहुत नज़दीक रहकर, बल्कि कहना चाहिए बिल्कुल सटकर बीर बहुटियाँ गूंजते थे. उन्हें देखने के लिए वे बारिश की गंध भरी पूरी ज़मीन पर बैठ जाया करते थे. എന്താണ് ആ പാരഗ്രാഫിൽ പറഞ്ഞു നോക്കുക. ഉन्हें बीर बहुटियों से मिलना होता था. അവർക്ക് ബീർ ബഹൂട്ടിയെ കിട്ടണം അല്ലെങ്കിൽ കണ്ടുമുട്ടണം. सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. അതുകൊണ്ട് തന്നെ സ്കൂളിൽ കുറച്ച് നേരത്തെ പോകാൻ അവർ തീരുമാനിച്ചു. നികലാത്തെ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ പുറപ്പെട്ടു. कस्बे से सटे इन गेतों में बीर बहुटियाँ ഗോജ കർത്തേത്. അവരുടെ ആ സ്ട്രീറ്റിൽ നിന്ന് നേരെയുള്ള ആ വഴിയിൽ ഒരു വയലുണ്ട്. ആ വയലിൽ അവർ ബീർ ബഹൂട്ടിയെ അന്വേഷിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. കസ്ബേ സെ സട്ടെ ഇൻ ഗേത്തോമയും ബീർ ബഹൂട്ടിയാം ഗോജ കർത്തേത്. അപ്പം ആ സ്ട്രീറ്റിനടുത്തുള്ള ആ വയലിൽ അവർ ഈ ബീർ ബഹൂട്ടികളെ അന്വേഷിച്ചു. ഗോജ കർത്തേത്, ഗോജ കർന്ന് അന്വേഷിക്കുക, ഗോജ കർത്തേത്. सुर्ख मुलायम गदबदी बीर बहुटियाँ. സുർഖ് റെഡ് ചുവന്ന നിറം, മുലായം മൃദുലമായ സോഫ്റ്റ്, ഗദ്ബദി മനോഹരമായ, ബീർ ബഹൂട്ടിയ. അപ്പോൾ ബീർ ബഹൂട്ടിയുടെ വിശേഷതയാണ് സുർഖ് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. അത് കണ്ടാൽ നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത്? എങ്ങനെയാണ്? ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. ഭൂമിയിൽ ചുറ്റിത്തിരിയുന്ന ചൽത്തി ഫിർത്തി ഖൂൻ രക്തം, ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. അപ്പം രക്തത്തിൻ്റെ ചുമന്ന തുള്ളികൾ പോലെ നമുക്ക് ആ ബീർ ബഹൂട്ടികളെ കണ്ടാൽ തോന്നും എന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത്. ഉൻകെ ബസ്തേ ഉൻകി പീട്ട് പർ, പിന്നെ അവരുടെ ബാഗ്, സ്കൂളിലാണല്ലോ പോകുന്നത്, അപ്പം ബാഗ് കാണും. ഉൻകെ ബസ്തേ ഉൻകി പീട്ട് പർ ലതേ ഹോത്തേ, അവരുടെ ബാഗ് തോളിൽ തൂക്കിയിട്ടുണ്ട്. കന്തോം പർ ടങ്കെ ഹോത്തേതെ, അവരുടെ മുതുകത്ത് ടങ്കെ തൂക്കിയിട്ടിരിക്കുകയാണ്. ടങ്കെ ഹോത്തേത്. വേ ഏക് ദൂസരേക്ക് ബഹുത്ത് നസ്തീക്ക് രഹിക്കർ, അവർ അടുത്ത് ചേർന്നിരുന്നുകൊണ്ട് രണ്ടുപേരും നസ്തീക്ക് അടുത്ത്, രഹിക്കർ ബൽക്കി കഹന ചാഹിയെ ബിൽക്കുൽ സട്ട്കർ ബീർ ബഹൂട്ടിയാം ഗോജിത്തേത്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുകയാണ്. उन्हें देखने के लिए वे बारिश की गंध भरी पूरी ज़मीन पर बैठ जाया करते थे. അപ്പോൾ ആ ബീർ ബഹൂട്ടികളെ നോക്കി അവർ നനഞ്ഞ് ആ ബ്രൗൺ നിറത്തിലുള്ള ആ മണ്ണിൽ അപ്പോൾ അവരെന്ത് ചെയ്യുകയാണ്? ആ മഴയുള്ള ആ മണ്ണിൽ, അല്ലേ, ബ്രൗൺ നിറത്തിലുള്ള ആ മണ്ണിൽ
ആ ബീർ ബഹൂട്ടികളെ അന്വേഷിച്ച് ഇരിക്കുകയാണ്. ഒന്നുകൂടി നോക്കാം. ഉനേം ദേഖ്നെ കെ ലിയെ, ഉനേം ദേഖ്നെ കെ ലിയെ, കിനേം ദേഖ്നെ കെ ലിയെ, बीर बहुटियों को देखने के लिए वे बारिश की गंद भरी पूरी ज़मीन पर बैठ जाया करते थे. അപ്പോൾ ബീർ ബഹൂട്ടിയെ കാണുന്നതിന് വേണ്ടി അവർ ആ മഴയുടെ ഗന്ധം നിറഞ്ഞ ആ ബ്രൗൺ നിറത്തിലുള്ള ഭൂരി ജമീൻ അത് ചെളിയൊക്കെ നിറഞ്ഞ ആ ബ്രൗൺ നിറത്തിലുള്ള ആ മണ്ണിൽ ജമീൻ പർ ബൈഠ് ജായ കർത്തേ थे അവർ ഇരിക്കുകയായിരുന്നു. बेला कथापात्रമാണ്. बेला देखो इस बीर बहूटी का रंग तुम्हारे रिबन के जैसा लाल है, സാഹിൽ ने कहा. സാഹിൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ബേല ദേക്കോ, അല്ലയോ ബേല നീ നോക്കൂ, ഇസ് ബീർ ബഹൂട്ടി കാ രംഗ്, നോക്കൂ ഈ ബീർ ബഹൂട്ടിയുടെ നിറം, തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹേ, നിന്റെ റിബൺ പോലെ ചുവപ്പാണ്. तुमने कुछ सुना बेला, तुमने कुछ सुना बेला, നീ എന്തെങ്കിലും കേട്ടോ ബേല? ഹാ സുന, അതെ കേട്ടു. പഹലി ഗണ്ടി ലഗ് ഗയി ഹെ, ആദ്യത്തെ മണി അടിച്ചിരിക്കുന്നു. ലേക്കിൻ മുझे പെൻ മേയും സ്യാഹി ഭി ഭർവാനി ഹെ ദുകാൻ സെ, എന്നാൽ എനിക്ക് എൻ്റെ പേനയിൽ പേനയിൽ സ്യാഹി മഷി ഭി ഭർവാനി ഹെ ദുകാൻ സെ, കടയിൽ നിന്ന് എൻ്റെ പേനയിൽ മഷി നിറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബെല്ല് അടിച്ചിരിക്കുന്നു, അത് ഞാൻ കേട്ടു എന്നുള്ള കാര്യങ്ങൾ അവർ പറയുകയാണ്. അപ്പോൾ ഈ രണ്ട് പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒന്നും കൂടെ ഞാൻ വായിക്കാം. ബാദൽ ബഹുത്ത് ബരസ് ലിയേതെ, മഴ വളരെയധികം വർഷിച്ചിരിക്കുകയാണ്. ഫിർബി ബഹുത്ത് സാരാ പാനി ഉന്മയും ബച്ചാ ഹുവാദ, എന്നിരുന്നാലും അതിൽ ധാരാളം ജലം ഉണ്ട്. വേ ഗേത്തോം ജംഗലോം കെ ഊപ്പർ ചായ ഹുയേദേ, അപ്പോൾ അവ വയലിനും വനത്തിനും മുകളിൽ നിഴലിച്ചിരിക്കുകയാണ്. സാര ആകാശ് മേഘോം സെ ഭരാദ, മുഴുവൻ ആകാശവും മേഘത്താൽ നിറഞ്ഞിരിക്കുകയാണ്. മേഘോം കി ഛായാവോമേയും ഗീലി ഹവായും ഇധർ ഉധർ ഗൂം രഹി, അപ്പോൾ ആ മേഘത്തിൻ്റെ നിഴലാൽ തണുത്ത കാറ്റ് അവിടെയും ഇവിടെയും വീശുകയാണ്, ചുറ്റിക്കറങ്ങുകയാണ്. പേടോം കെ തനെ അബീഭി ഗീലേദേ, അപ്പോൾ ആ വൃക്ഷങ്ങളുടെ ശരീരം ചില്ലകൾ ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. മൂംഫലിയോം കെ ഹരേ ഗേത്തോമേയും പീലെ ഫൂൽ അബീഭി ഗീലേദേ, അപ്പോൾ ഈ മൂംഫലിയുടെ വയലിലെ ആ പച്ച പിടിച്ച ആ ചെടികളിലെ മഞ്ഞ പൂക്കളിൽ എപ്പോഴും ജലത്തുള്ളികൾ അബീബി ഗീലേദേ നനഞ്ഞിരിക്കുകയാണ്. ഗേത്തുമയും ചോട്ട ബാജര ഉഗാദ, അപ്പോൾ ഈ വയലിൽ ചെറിയ ചെറിയ ബാജര മുളച്ചിരിക്കുകയായിരുന്നു. ബാജരയ്ക്ക് ലംബെ പത്തലെ പാത്തോമയും പാനിക്ക് ബൂന്തേം അടക്കി ഹുയിദേ, അപ്പോൾ ഈ ബാജര ചെടിയുടെ നീളമുള്ളതും മെലിഞ്ഞതുമായ ഇലകളിൽ ജലത്തുള്ളികൾ ഉണ്ട്. അടക്കി ഹുയിദേ, അകപ്പെട്ടിരിക്കുക. ബാരിഷിക്ക് ഹവാമയും ഗീലെ ഗേത്തോം और बारिश की हरियाली की गंध घुली हुई थी. बारिश की हवा में, ഈ മഴക്കാറ്റിൽ, ഗീലെ ഗേത്തും നനഞ്ഞ വയലും, പിന്നെ ബാരിഷ് കി ഹരിയാലി, മഴയിൽ പച്ച, ബാരിഷ് കി ഹരിയാലി കി ഗന്ധ്, അപ്പോൾ ഈ പച്ചപ്പ് മഴ പെയ്ത സമയത്ത് പച്ചപ്പിൽ നിന്നുണ്ടായ ഗന്ധ് ഘുലി ഹുയിദി, എല്ലായിടത്തും ആ മഴയുടെ ഗന്ധം നിങ്ങളും അത് അനുഭവപ്പെട്ട് കാണും. മഴ പെയ്യുമ്പോൾ ആ മണ്ണിൻ്റെയും പ്രകൃതിയുടെയും പ്രത്യേക സുഗന്ധം നിങ്ങളും അനുഭവിച്ചു കാണും അല്ലേ. ഉനേം ബീർ ബഹൂട്ടിയോം സെ മിൽന ഹോത്താത, അവർക്ക് ബീർ ബഹൂട്ടികളെ കാണണം. സോ വേ സ്കൂൾ കേലിയെ ഘർ സെ കുച്ച് സമയ പഹലെ നികലാത്തേ, അത് കാരണം അവർ വീട്ടിൽ നിന്നും കുറച്ച് നേരത്തെ ഇറങ്ങി. കസ്ബെ സെ സട്ടേ ഇൻ ഗേത്തോമയും ബീർ ബഹൂട്ടിയാം ഗോജ കർത്തേതേ, അപ്പോൾ ആ തെരുവിൽ നിന്ന് നേരെയുള്ള വയലിൽ അവർ ബീർ ബഹൂട്ടികളെ അന്വേഷിച്ചു. സൂർക്ക് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയാം, ചുവന്ന വളരെ മൃദുലമായ
മനോഹരമായ ബീർ ബഹൂട്ടിയാം. സുർഖ് റെഡ് ചുവപ്പ് നിറം. മുലായം സോഫ്റ്റ് മൃദുലമായ. ഗദ്ബദി ബ്യൂട്ടിഫുൾ മനോഹരമായ ബീർ ബഹൂട്ടിയാം. ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേ. അവയെ കണ്ടാൽ നമുക്ക് ഭൂമിയിൽ ചുറ്റിത്തിരിയുന്ന രക്തത്തിൻ്റെ തുള്ളികളെ പോലെ തോന്നും. അതാണ് ലേഖകൻ പറയുന്നത്. ഉൻകെ ബസ്തേ ബസ്തേ ഉൻകി പീഠ് പർ ലദേ ഹോത്തേ ദേ. ഇവരുടെ ബാഗ് പീഠ് മുതുകിൽ തൂക്കിയിട്ടുണ്ട്. കന്തോം പർ ടങ്കേ ഹോത്തേ ദേ തോളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. വേ ഏക് ദൂസരയ്ക്ക് ബഹുത്ത് നസ്ദീക്ക് രഹകർ. അവർ പരസ്പരം വളരെ ചേർന്നിരുന്ന് നസ്ദീക്ക് വളരെ അടുത്ത് ഇരുന്നിട്ട് രഹിക്കൽ. ബൽക്കി കഹന ചാഹിയേ ബിൽക്കുൽ സട്ടുക്കർ ബീർ ബഹൂട്ടിയാം ഗോജിത്തേത്. അവർ വളരെയധികം അടുത്ത് ചേർന്നിരുന്നിട്ട് സംസാരിച്ചു കൊണ്ട് ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുകയാണ്. സട്ടുക്കർ ബീർ ബഹൂട്ടിയാം ഗോജിത്തേത്. ഉനേം देखने के लिए वे बारिश की गंध भरी भूरी ज़मीन पर बैठ जाया करते थे. അപ്പോൾ ഈ ബീർ ബഹൂട്ടികളെ കാണാൻ വേണ്ടി ഇവർ രണ്ടുപേരും മഴയുള്ള നനഞ്ഞ തവിട്ട് നിറത്തിലുള്ള ബ്രൗൺ നിറത്തിലുള്ള ഭൂമിയിൽ മണ്ണിൽ ഇരിക്കുകയായിരുന്നു. ബേല देखो इस बीर बहूटी का रंग तुम्हारे रिबन के जैसा लाल है, സാഹിൽ ने कहा. അപ്പോൾ സാഹിൽ പറഞ്ഞു, നോക്കൂ ബേല, നിന്റെ റിബണ് പോലെയാണ് ഈ ബീർ ബഹൂട്ടികളുടെ നിറം. തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല? ഹാ സുന പഹലി ഗണ്ടി ലഗ് ഗയി ഹെ. ആദ്യത്തെ മണി മുഴങ്ങിയിരിക്കുന്നു, ഗണ്ടി മണി. ലേക്കിൻ മുझे പെൻ മേയും സ്യാഹി ഭി ഭർവാനി ഹെ ദുക്കാൻ സെ. എന്നാൽ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണം കടയിൽ നിന്ന്. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെട്ടു മഴയുടെ ഒരു അന്തരീക്ഷമാണ്. ഹാ ദോസ്തോം പഹലെ ഹം പരിചയ കിയാ ഹൈ क्या है, एक बारिश का वातावरण है. प्रकृति बारिश की गीली हवा में खिल गया है. और इस अवसर हमारे छोटे दोस्तों ने बीर बहूटियों को मिलने के लिए घर से निकले हैं. गेतों में बीर बहूटियों को गोज करते दे है ना. അതാണ് മഴയുടെ ഒരു അന്തരീക്ഷമാണ് ആദ്യം ചിത്രീകരിക്കുന്നത്. അവിടെ മഴയും മഴക്കാറ്റും കാറ്റിൽ നനഞ്ഞ പ്രകൃതിയും ഒക്കെയാണ് വർണ്ണിക്കുന്നത്. അതിനുശേഷം നമ്മൾ രണ്ട് കൂട്ടുകാരെ പരിചയപ്പെട്ടു, ബേല, സാഹിൽ. ഇവർ രണ്ടുപേരും സ്കൂളിൽ പോകാൻ വേണ്ടി വളരെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. കാരണം ബീർ ബഹൂട്ടിയെ അവർക്ക് അന്വേഷിക്കണം. അപ്പോൾ ഈ ബീർ ബഹൂട്ടിയെ അന്വേഷിക്കുകയാണ് അവർ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് നമ്മൾ കുറച്ച് പരിചയപ്പെട്ട പാഠഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. सबको प्रणाम. आज हम बीर बहूटी कहानी की कुछ भाग पढ़ चुके हैं. सबको समझ में आए होंगे. अगली कक्षा में हम इस पाठ का ബാക്കി ഭാഗ് പഠേങ്കെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് നമ്മൾ പഠിച്ച കുറച്ച് ഭാഗം മനസ്സിലായി കാണും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ പാഠത്തിൻ്റെ ബാക്കി പഠിക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.